വുമണിനെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോ അവർക്കൊരു ഏജ് കാറ്റഗറി ഉണ്ടല്ലേ. നമ്മൾ ഒരു ലെവലിൽ കഴിയുന്ന സമയത്ത് നമുക്ക് ശാന്തതയായിരിക്കും നമുക്കൊക്കെ വേണ്ടത്, സന്തോഷവും ശാന്തതയും. അപ്പം ഞാൻ ആ ഒരു പാത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു നെഗറ്റീവും പുറത്തുനിന്ന് അനാവശ്യമാണ്. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ എപ്പോഴും കംപ്ലീറ്റ് പോസിറ്റീവ് ഒന്നും ആയിരിക്കില്ല. അപ്പം നമ്മുടെ ലൈഫിലൊക്കെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാത്രം എനിക്ക് എടുത്താൽ മതി, പുറത്തുനിന്നുള്ള ആരുടെ സംഭാവന ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് മാക്സിമം അത് ഞാൻ അവോയ്ഡ് ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറേ ആളുകൾ തന്നെ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കാരണം അവർക്ക് നമ്മുടെ മലയാളീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ചുമ്മാ ടാർഗറ്റ് ചെയ്യാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരെന്നെ ആലോചിച്ച് തുടങ്ങും, ശരിക്കും ഇവരിത് ടാർഗറ്റ് ആവേണ്ട ആളാണോ അല്ലെ എന്ന് ആലോചിച്ച് തുടങ്ങും. അപ്പം അവരെന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴത്ത് പോസിറ്റീവായിട്ട് കമൻ്റ് ആയിട്ട് ആൾക്കാർ വരും. നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾ ആരുമല്ലല്ലോ, അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. സത്യമല്ലേ, അത്രയേ ഉള്ളൂ.